മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ഫ്ലെക്സ് ബോർഡുകൾ. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്നതാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. പയ്യന്നൂർ കാരിയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കാരിയിലെ സഹാക്കൾ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ഒരു വലിയ തുറന്നുപറച്ചിൽ, ഒരു വെളിപ്പെടുത്തലാണ് എന്തായാലും വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. ഇതിനെ തുടർന്ന് തന്നെ പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയിരുന്നു. എന്തായാലും തൊട്ടു പിന്നാലെ KK രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു വിശദീകരണം നടത്തി. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് ആദ്യം തന്നെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ, കണ്ണൂർ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്കൊക്കെ ആ ഒരു ആരോപണം ചെന്നിരുന്നു. എങ്ങനെയാണ് ഈ പൈസ എവിടേക്ക് പോയി എന്ന രീതിയിലൊക്കെ എന്തായാലും ഒരു ആരോപണം വന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ഫ്ലെക്സ് ബോർഡുകൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ വന്നിരിക്കുന്നത്. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്ന് തന്നെയാണ് ഫ്ലെക്സ് ബോർഡുകളിൽ ഉള്ളത്. ഈ കള്ളന്മാരാരാണ്, ഈ അടിമകൾ ആരാണ് എന്നൊരു കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു ധാരണ എന്ന രീതിയിൽ തന്നെയാണ് നാട്ടുകാർ, അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ CPM പ്രവർത്തകർ തന്നെയായിരിക്കാം ഈ ഫ്ലെക്സ് ബോർഡുകളും വച്ചിരിക്കുന്നത്. പയ്യന്നൂർ കാരയിലെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കാരയിലെ സഖാക്കൾ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പോസ്റ്റുകൾ എന്തായാലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കണ്ണൂരിലാണ് CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്നുകൂടിയുണ്ട്. നിയമസഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ കോട്ട, കമ്മ്യൂണിസ്റ്റിന്റെ കണ്ണൂർ കോട്ടയിലാണ് ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെയാണ് പ്രതികരണങ്ങളോ അനക്കങ്ങളോ ഒന്നും ഇല്ലാത്തതിനെ തുടർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്തിയത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നാലും അദ്ദേഹത്തിനെ പിന്തുണച്ച, അനുകൂലിച്ച ഒരു കൂട്ടം സഖാക്കൾ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല, തട്ടിപ്പ് സംഘങ്ങൾക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കണ്ണൂരിലെ ഒരു ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പുറമെ കണ്ണൂരിലെ കാരയിലെ സഹാക്കൾ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച ചില പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുന്നു.